ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഈ നോമ്പിനും ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണം, എന്നാലേ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കല്ലേ. അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പൊ നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാലൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണേ. അപ്പൊ ഞാനെന്താ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമുക്ക് ആദ്യം. അതിന് വേണ്ടിയിട്ടാണ് നമുക്കിതാ ഈ പാലെടുത്ത് അതേ അളവത്തിന് 1/2 ലിറ്റർ വെള്ളം കൂടി ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണ്ടേ. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ള പാല് നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിലേക്ക് 1/2 ലിറ്റർ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ കട്ടി കുറച്ചിട്ട് ഡ്രിങ്ക് ആക്കിയിട്ടാണല്ലോ ഉണ്ടാക്കിയെടുക്കണത്. അപ്പം പാലൊന്ന് കട്ടി കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പാല് കട്ടി കുറഞ്ഞിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടും തിളപ്പിച്ചിട്ട് എടുക്കണേ. പാലൊക്കെ നന്നായിട്ടും തിളച്ച് കിട്ടണം. അപ്പൊ നമ്മളെ പാലൊക്കെ നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. പാല് തിളച്ച് വരുന്നവരെ ഇതുപോലെ കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പാല് അടി പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ ഇവിടെ 3 ടേബിൾ സ്പൂണ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ റവ ചേർത്തപ്പോ തന്നെ വേഗത്തിൽ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ റവ ചേർത്തതിന് ശേഷം കുറച്ച് സമയം ഇതുപോലെ കൈവെക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ അവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ ഇതൊരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ റവ ചേർക്കുമ്പോൾ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താലാണ് ഒരു ഡ്രിങ്കിന് ടേസ്റ്റ് ഉണ്ടാവും. പഞ്ചസാറിന്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിട്ടും കുറച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പൊ ഇവിടെ നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റിൽ കുടിക്കുന്ന ഡ്രിങ്ക് അല്ല, അതുകൊണ്ട് തന്നെ അതിൽ കൂടുതലായിട്ട് മധുരം ചേർത്ത് കൊടുക്കുള്ളേ. ഒരു പാകത്തെ മധുരം മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളെ റവ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടും തണുപ്പിച്ചിട്ട് എടുക്കണേ. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ റവ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സബ്ജാ സീഡ് ഒന്ന് കസ്കസ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ 2 ടീസ്പൂണ് കസ്കസ് ഒന്ന് കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കസ്കസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിയാ സീഡും എടുക്കാവുന്നതാണ്. അപ്പൊ ഇപ്പൊ ഒരു 15 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ റവ നന്നായിട്ടും തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ ഞാനിതാ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റവ കുറേശ്ശായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടേ. എന്നിട്ട് കുറേശ്ശായിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മളെ റവയിൽ കട്ട കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണത്. അപ്പൊ ഞാൻ അതുപോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ഡ്രിങ്ക് കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തപ്പം ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് വേണ്ടത് പിസ്ത എസൻസ് ആണ്. അപ്പൊ ഞാൻ അവിടെ ടൈഗറിന്റെ പിസ്ത എസൻസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വാനില എസൻസോ അല്ലെങ്കിൽ ബദാമിന്റെ എസൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഏത് എസൻസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എനിക്ക് ഇവിടെ പിസ്ത എസൻസ് ചേർത്തപ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. മറ്റേ എസൻസിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ടേസ്റ്റ് ആയിട്ട് തോന്നിയത് പിസ്ത എസൻസ് ചേർത്ത് കൊടുത്തപ്പോഴാട്ടോ. നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റ് ഒക്കെ ആയിട്ട് തോന്നിയത് ഇത് ചേർത്തപ്പോഴാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ എസൻസിന് പകരം ഏലക്കപ്പൊടി വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിത് അവിടെ കുറേശ്ശായിട്ട് പിസ്ത എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടേ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ട് എടുക്കണ്ടേ. അപ്പൊ നമ്മളെ ഡ്രിങ്കിന് നല്ലൊരു കളറും നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഈ പിസ്ത എസൻസ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതിന്റെ സ്മെല്ലും ആ കളറും ആ രുചിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പോലെ പിസ്ത എസൻസ് ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണേ. നമുക്ക് ഇതിലേക്ക് കുറച്ച് മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ നന്നായി പഴുത്തിട്ടുള്ള മാങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്തിട്ടുള്ള മാങ്ങനെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. നമുക്ക് വേണ്ടത് പഴമാണ് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് പഴം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് പൂവമ്പായാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോബസ്റ്റ പഴോ അല്ലെങ്കിൽ നേന്ത്രപ്പഴം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. നമുക്ക് വേണ്ടത് വത്തക്കയാണ്. അപ്പൊ ഞാൻ കുറച്ച് വത്തക്ക കുരു കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് അനാറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് അനാർ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അടുത്തത് വേണ്ടത് നട്സ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ബദാമും കാഷ്നട്ടും കൂടി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഇടയിലൊന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആവുമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ്. ഇത് നമ്മൾ നേരത്തെ കുതിർത്തിയെടുത്തിട്ടുള്ള കസ്കസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിലും വെറും പായും കസ്കസും വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വെറും പായും കസ്കസും വെച്ചിട്ടും ഇതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ ഫ്രൂട്ട്സുകളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇത്രയും ഫ്രൂട്ട്സും ചേർക്കണം യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ.
വെറും പഴം കസ്കസും മാത്രമാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, എന്നാലും ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ കസ്കസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ പിസ്ത എസൻസിന്റെ ടേസ്റ്റും പിന്നെ ഇടയിലെ ഫ്രൂട്ട്സും നട്ട്സ് കടിക്കുമ്പോഴുള്ള ടേസ്റ്റും എല്ലാം കൂടെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്, ഒരു പ്രത്യേക രുചിയാണ് ഈ ഡ്രിങ്കിന് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലും റവയും ഫ്രൂട്ട്സ് ഒക്കെ ഇരിപ്പുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ, എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമ്മളെ ഈ വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്കിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യുക, പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.